ഒരുപാട് പരിപാടികൾ കൊച്ചിയിൽ മുഖ്യമന്ത്രിക്കുണ്ട്. അപ്പോൾ കൊച്ചിയിലെ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? വിനിഷ, കാസർഗോഡേക്ക് പോകുന്നതിന് മുൻപ് കൊച്ചിയിൽ 3 പരിപാടികൾ മുഖ്യമന്ത്രിക്കുണ്ട്. 3 പരിപാടികൾ ഉച്ചയ്ക്ക് മുമ്പ് തന്നെയാണ് 3 പരിപാടികളും നടക്കുന്നത്. ആ 3 പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്ത ശേഷമാണ് മുഖ്യമന്ത്രി കാസർഗോഡ് മഞ്ചേശ്വരത്തേക്ക് പോവുക. അതിലാദ്യത്തെ പരിപാടി രാവിലെ 10 മണിക്ക് കേരള സയൻസ് കോൺഗ്രസ്. ആ സയൻസ് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സയൻസ് കോൺഗ്രസ് ആരംഭിച്ചത് 30-ന് ആരംഭിച്ചതാണ്. 30-ാം തീയതി മുതൽ ഫെബ്രുവരി 2 വരെ, ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെ 4 ദിവസങ്ങളിലായാണ് നടക്കുന്നത്. അതിൽ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്നാണ് മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. രാവിലെ 10 മണിക്ക് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ വെച്ചാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കാലാവസ്ഥാ മാറ്റം, തീരക്ഷയം, സമുദ്ര മലിനീകരണം തുടങ്ങിയ വെല്ലുവിളികളെ ശാസ്ത്രീയ ഗവേഷണത്തിലൂടെയും സാങ്കേതിക നവീകരണത്തിലൂടെയും നേരിടുന്നതിനൊപ്പം സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിര വിനിയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ ലക്ഷ്യം വെച്ചാണ് 38ാമത് കേരള സയൻസ് കോൺഗ്രസ് കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. ഈ 13 വിഷയമേഖലകളിലായുള്ള സാങ്കേതിക സെഷനുകൾ സയൻസ് കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. വിവിധ സെഷനുകൾ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം എന്നുള്ള നിലയിലാണ് ഇന്ന് മുഖ്യമന്ത്രി രാവിലെ 10 മണിക്ക് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെത്തി ഈ സയൻസ് കോൺഗ്രസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് 11:30-ക്കാണ്. അത് ബോൾഗാട്ടി ഹയാത്ത് കൺവെൻഷൻ സെൻറ്ററിൽ സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്ന് ഹിന്ദു ദിനപത്രം സംഘടിപ്പിക്കുന്ന ഇൻക്ലൂസീവ് ആൻഡ് ആക്സസിബിൾ ടൂറിസം ഉച്ചകോടി. ആ ഉച്ചകോടിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത്. അത് 11:30-ക്കാണ് ആ പരിപാടി നടക്കുന്നത്. പിന്നീട് അദ്ദേഹം സിയാലിലേക്ക് പോകും. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് സിയാൽ സംഘടിപ്പിക്കുന്ന എയർ കാർഗോ ഉച്ചകോടി 12 മണിക്കാണ് നടക്കുന്നത്. അവിടെയാണ് മൂന്നാമത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടി. ഈ സിയാലിലെ ഉച്ചകോടിയാണ്. സിയാൽ ഉച്ചകോടിയും 2 ദിവസത്തെ ഉച്ചകോടിയാണ്. അത് യഥാർത്ഥത്തിൽ ഇന്നലെ ആരംഭിച്ചതാണ്. അതിലൊരു പ്രധാനപ്പെട്ട സെഷനിലാണ്, അതായത് ഇന്ന് പ്ലീനറി സെഷനിലാണ് മുഖ്യമന്ത്രി രാവിലെ പങ്കെടുക്കുക. സിയാലിലെ ചെയർമാൻ കൂടിയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ പ്ലീനറി സെഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഇന്ന് സംസാരിക്കും. എയർ കാർഗോ മേഖലയിലെ വിവിധ സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബിസിനസ് മീറ്റിങ്ങുകൾ, പാനൽ ഡിസ്കഷനുകൾ ഒക്കെ ഈ സമ്മിറ്റിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഗ്ലോബൽ ട്രേഡ് താരിഫ്, എയർ കാർഗോ, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻസ്, റെഗുലേറ്ററി കംപ്ലയൻസ്, ഇ കൊമേഴ്സ്, കൊറിയർ ഫ്രൈറ്റ് എന്നീ വിഷയങ്ങളിലൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പാനൽ ചർച്ചകളൊക്കെ നടന്നിട്ടുള്ളത്. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച പ്രമുഖരാണ് ഈ ചർച്ചകളിലൊക്കെയും പങ്കെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ലോജിസ്റ്റിക്സ്, കാർഗോ എന്നിവയുമായി ബന്ധപ്പെട്ട 50-ലധികം എക്സിബിഷൻ സ്റ്റാളുകൾ ഈ പരിപാടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്ലീനറി സെഷനിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. അപ്പോൾ 3 സമയങ്ങളിലായി 10 മണിക്കും 11:30-ക്കും 12 മണിക്കും ആയാണ് മുഖ്യമന്ത്രിയുടെ ഈ 3 പരിപാടികളും നടക്കുന്നത്. അതിനുശേഷം ഉച്ചയോടെ അദ്ദേഹം കാസർഗോഡ് മഞ്ചേശ്വരത്തേക്ക് അദ്ദേഹം പോവുകയും ചെയ്യും. വിനീഷ.